ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ഒരു ഈസി ടു പ്രിപ്പയർ മുറുക്കാണ്. വെറും 10 മിനിറ്റിൽ നമുക്ക് നമ്മുടെ ഈ മുറുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, വീഡിയോൻ്റെ താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഞങ്ങളുടെ ഈ പേജും ചാനലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തെ ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മൾ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ അധികം വൈകിപ്പിക്കാതെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നൊരു ഈവനിങ് സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കുന്നത് റാഗി മുറുക്കാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു 250 ml ഒരു കപ്പ് റാഗിപ്പൊടി, പിന്നെ 125 ml അര കപ്പ് കടലമാവ്, അതൊക്കെ. അപ്പോൾ ഇത് രണ്ടും കൂടി ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ. ഒന്ന് അരിക്കാൻ ഇടാം ആദ്യം തന്നെ. രണ്ട് മാവും കൂടി നന്നായി മിക്സ് ചെയ്യാം കേട്ടോ. നന്നായി മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഈ പൊടിയുടെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് മുളക് പൊടി, അത് നിങ്ങൾക്ക് എങ്ങനെയാണ്. ഞാനിപ്പോൾ ഒരു 1/4 സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കായപ്പൊടി എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. ഇപ്പോൾ മാവൊക്കെ നന്നായി മിക്സ് ചെയ്തു. ഇനി നമ്മൾ ബട്ടർ ഇടാൻ പോവാം. ബട്ടർ ഏകദേശം ഒരു 1/4 സ്പൂണോളമുള്ള ബട്ടറാണ്. പിന്നെ നമ്മളിതിൽ 1/2 സ്പൂൺ കായപ്പൊടിയാട്ടോ ചേർത്തത്. എന്നിട്ട് ഇത് നന്നായി നമ്മൾ കുഴച്ചെടുക്കുക ഈ മാവിൻ്റെ ഉള്ളിലിട്ടിട്ട്. എന്നിട്ട് പിന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നനച്ചെടുക്കാം. ഫസ്റ്റ് നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിൽ ഉരുക്കിയിട്ട് ആയാലും ഒഴിക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ അത് ഉരുക്കി വയ്ക്കാൻ മറന്നു. അപ്പോൾ പെട്ടെന്ന് അതെടുത്ത് പിന്നെ അത് ഇതിലങ്ങനെ മിക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. മാവ് നമ്മൾ നല്ലോണം നനവിന് ആവശ്യമുള്ള വെള്ളം ഒഴിക്കുക. അതിപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു ചെറിയ ഗ്ലാസ് കഷ്ടി വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. എന്നിട്ട് അത് ആ ഒരു അളവ് അതെനിക്ക് മതിയായി. ഇത് നന്നായി കുഴച്ച് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഈ ഒരു അളവിന് നമ്മൾ കുഴച്ചെടുക്കണം, എന്നാലേ മുറുക്ക് പിഴിയുമ്പോൾ കറക്റ്റായിട്ട് വരുള്ളൂ. ഇങ്ങനെ. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് കുഴയ്ക്കുക. അപ്പോൾ മാവൊക്കെ നന്നായി കുഴച്ചു, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സേവാനാഴിയിൽ നിറച്ചിട്ട് മുറുക്ക് ചുറ്റിച്ച് വേണമെങ്കിലും ഉണ്ടാക്കാം, അല്ലെങ്കിൽ പീസായിട്ടും ഉണ്ടാക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ ഞാനിനി അത് സേവാനാഴിയിൽ നിറയ്ക്കട്ടെ. ചില്ലാണ് ഞാനിതിൽ ഇട്ടിരിക്കുന്നത്. ഇനി നമുക്കിതിൽ ഇത് മാവ് നിറയ്ക്കാം കേട്ടോ. ഞങ്ങളിപ്പോൾ ഇതേ ചെറുതാക്കി ഇങ്ങനെ ചുറ്റിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊരു ബട്ടർ പേപ്പറിലേക്കാണ് ഞങ്ങൾ ചുറ്റിച്ച് വെച്ചേക്കണം. അതുപോലെ നിങ്ങളിങ്ങനെ ചെറുതാക്കി ചുറ്റിച്ചിട്ട് ഇങ്ങനെ എണ്ണയിലേക്ക് എടുത്തിടുക. ഇതിപ്പോൾ അത്രയ്ക്ക് വലിയ ഭംഗിയുള്ള ഷേപ്പൊന്നുമില്ല, കുഴപ്പമില്ല, കാണാൻ അത്രയ്ക്കുള്ളത് തന്നെയുള്ളൂ. അങ്ങനെ ബാക്കിയുള്ള എല്ലാതും ഇതുപോലെ എണ്ണ ചൂടായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. മുറുക്കിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മൾ ഇളക്കാൻ പാടുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ അതിങ്ങനെ വിട്ടു പോരും. ഇപ്പോൾ ഇത്തിരി നേരമായില്ലേ, അപ്പം ഇതൊന്ന് ജസ്റ്റ് ഇളക്കി മറക്കുക. ഇങ്ങനെ നന്നായി ഇതാക്കുക. രണ്ട് സൈഡും നന്നായി ഇളക്കി എടുക്കുക. ഇനി ഇതിൻ്റെ ഈ പതയൊക്കെ നന്നായി വറ്റുമ്പോൾ നമുക്ക് കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ മുറുക്ക് റെഡി ആയിട്ടുണ്ടാവും. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതിന് ഒരു 2 മിനിറ്റും കൂടി ആയി കഴിഞ്ഞാൽ ഇത് കോരിയെടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, അതിലൊന്നും ഒരു പ്രശ്നവുമില്ല. അതുപോലെ തന്നെ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.